മന്ത്രി പ്രസ്താവിച്ചു. ആ കാര്യം അംഗീകരിച്ചിരിക്കുകയാണ്. 17,200 അടിസ്ഥാന ശമ്പളത്തിന് തയ്യാറാണ് ആശുപത്രി ഉടമകൾ. അതിനകത്ത് ആദ്യം തന്നെ നിങ്ങൾ ഈ 17,200 തന്നെ വലിയൊരു എമൗണ്ട് ആയിട്ടും അല്ലെങ്കിൽ 20,800 എന്ന് മന്ത്രിയുടെ പ്രസ്താവന, ഇതിനകത്തുള്ള വസ്തുതാ വിരുദ്ധതയാണ് ആദ്യം നോക്കാനുള്ളത്. 17,200 അടിസ്ഥാന ശമ്പളം എന്ന് ഇപ്പോൾ കേരളീയ സമൂഹം പറഞ്ഞു തുടങ്ങി, അത് നല്ല കാര്യം. 8,800 എന്ന് പറഞ്ഞാൽ മന്ത്രി കഴിഞ്ഞ ദിവസം പ്രസ്താവന 70,800 എന്നായിരുന്നു. ഇനി ഒരു കാര്യം, കഴിഞ്ഞ വർഷം 2013 അടിസ്ഥാന വേതനം 8,725 രൂപയായിരുന്നു. അതിൻ്റെ കൂടെ DA ഉണ്ടായിരുന്നു, ഈ പറഞ്ഞ അലവൻസ് വ്യത്യാസം വരുത്താൻ വേണ്ടി അലവൻസ് ഉണ്ടായിരുന്നു, സ്പെഷ്യൽ അലവൻസ് ഉണ്ട്. ഇതെല്ലാം കൂടെ ചേർക്കുമ്പോൾ ഈ സമയം ആയപ്പോഴത്തേക്ക് 13,000 രൂപ, അതായത് ഈ സമയം കിട്ടിക്കൊണ്ടിരിക്കുന്ന 13 തൊട്ട് 13,900 വരെയാണ്. അപ്പോൾ ഈ 17,800 രൂപയ്ക്കിപ്പോൾ ഒരു 1000 രൂപ അലവൻസും കൂടെ ഇട്ട് 18,238 രൂപ. അപ്പോൾ നേരത്തെ 8,725 രൂപയുടെ അടിസ്ഥാനത്തിലായിരുന്നു ESI-PF കട്ട് വന്നത്. അത് ഞങ്ങൾക്ക് തന്നെ കിട്ടുന്ന എമൗണ്ടാണ്. എന്നാലും അത് കട്ട് പോയിക്കൊണ്ടിരുന്നത്. അത് കഴിഞ്ഞാലും ഞങ്ങളുടെ കയ്യിൽ 11,750 തൊട്ട് 12,500 വരെ കയ്യിലെത്തുമായിരുന്നു. ഇപ്പോഴത്തെ അവസ്ഥ നോക്കി, ഈ 17,200 ആനുപാതികമായി ബാക്കി കട്ടുകളെല്ലാം പോയി കഴിഞ്ഞാൽ വരുന്നത് 14,600 രൂപയാണ്. ഇത് രണ്ടിൽ തമ്മിലുള്ള വ്യത്യാസം 1,500 മുതൽ 2,000 രൂപ വരെ. ഇത് ഒന്നാമത്തെ കാര്യം. അപ്പോൾ ശമ്പളം വർദ്ധിപ്പിച്ചു എന്ന് വാക്കാൽ പറയുമ്പോഴും ഇതിനകത്ത് സംഭവിച്ചത് 52% വർധനവാണ്. 52% എന്ന് പറയാലോ, ശതമാന കണക്കൊക്കെ 52 90 കാരണം 8,725 ഇരട്ടിയായി 17,200. പക്ഷേ എന്നാലും ഞങ്ങളുടെ കയ്യിലേക്ക് വരുന്ന വ്യത്യാസമാണ് ഞാൻ ഈ പറഞ്ഞത്. ഫസൽ ഗഫൂർ സാറിന്റെ പാദമുണ്ടെങ്കിൽ മറ്റൊരു കാര്യം, അദ്ദേഹം മിനിമം വേജസ് കമ്മിറ്റിയിലും IRC-യിലും അംഗമാണ്. അദ്ദേഹം പറഞ്ഞത് ഈ ആശുപത്രിയിലെ തന്നെ മറ്റ് സാങ്കേതിക വിദഗ്ധരും മറ്റ് ജീവനക്കാരും അവരുടെ ശമ്പളവും ആനുപാതികമായി കൂട്ടേണ്ടി വരും. അവരപ്പോൾ എതിർക്കും ഈ നഴ്സുമാരുടെ ശമ്പളം ഇങ്ങനെ അടിസ്ഥാന ശമ്പളം കൂട്ടുന്നതിനെ. ഞാനൊരു കാര്യം ചോദിച്ചു, എതിർപ്പുണ്ടായി മിനിമം വേജസ് IRC-യിൽ. അതിലധികം 15,600 രൂപ അടിസ്ഥാന വർഗ തൊഴിലാളികൾ, അതായത് 4 വർഷം പഠിക്കേണ്ടി വന്നിട്ടില്ല, ലോൺ എടുക്കേണ്ടി വന്നിട്ടില്ല, ആശുപത്രിയിലേക്ക് അന്ന് കയറി ആ ജോലി ചെയ്തു തുടങ്ങുന്നവർക്ക് 15,600 കൊടുക്കാമെന്നവർ പറയുന്നു. 4 വർഷം പഠിച്ച അങ്ങനെയുള്ളവരൊക്കെ പഠിച്ചിട്ട് തന്നെ അല്ലല്ല, അവരല്ല, അടിസ്ഥാന വർഗ തൊഴിലാളികൾക്കാണ് 15,600 രൂപ. ലാബ് ടെക്നീഷ്യൻസിന്റെ ഒന്നും അല്ല അവിടെ ചർച്ച വന്നില്ല. അടിസ്ഥാന വർഗ തൊഴിലാളി ലാബ് ടെക്നീഷ്യൻസ് ഒക്കെ ഏകദേശം ഞങ്ങളുടെ അതേ അല്ലെങ്കിൽ അതിൽ കൂടുതലും ഒക്കെ വരുന്നുണ്ട് ചിലടത്ത്. അപ്പോൾ അത് പറയുന്നു. ഇതിൽ വേറൊരു കാര്യമുണ്ട്. നിങ്ങൾ ഇന്നത്തെ വാർത്ത ശ്രദ്ധിച്ചെങ്കിൽ കണ്ണൂരിൽ നിന്നായിരുന്നു വാർത്ത, വിദ്യാർത്ഥികളെ വെച്ച് പണിയെടുക്കാൻ പറയുന്നു. ഈ മാനേജ്മെന്റുകൾ അതിന് അനുവദിക്കുന്നു. അതേസമയം വേറൊരു ഭാഗം നോക്കുക, IRC-യിൽ 2012 തീരുമാനമായതാണ് ട്രെയിനി സിസ്റ്റം. അതായത് ഇപ്പോഴും 40 മുതൽ 60% വരെ നഴ്സ് ട്രെയിനി സിസ്റ്റമായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ ഫസൽ ഗഫൂർ സാറിൻ്റെ ആശുപത്രിയിൽ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല, പക്ഷേ കേരളത്തിൽ ഞങ്ങൾ കാണുന്ന എല്ലാ ആശുപത്രികളിലും ഇത് തന്നെയാണ് അവസ്ഥ. അതുകൊണ്ട് തന്നെയാണ് യെസ്മയൊക്കെ പറഞ്ഞുകൊണ്ട് ഞങ്ങളെടുത്ത് വന്നാൽ ഞങ്ങളെ ബാധിക്കില്ല. കാരണം പെർമനന്റ് ആയിട്ട് ആശുപത്രിയിൽ വച്ചിരിക്കുന്നത് 10% താഴെ ആളുകൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് പെർമനന്റ് ഉള്ളവരല്ലേ ഇവർക്ക് എന്തെങ്കിലും ചെയ്യാക്കുള്ളൂ, എസ്മ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഞങ്ങൾ പേടിക്കാതിരിക്കുന്നത്. എന്തായാലും നിങ്ങളുടെ തീരുമാനം ഈ 17,200 ഇപ്പോഴത്തെ തീരുമാനം അത് ആരോഗ്യമന്ത്രി പ്രഖ്യാപിച്ചു എന്നുള്ളതേ ഉള്ളൂ. അതിൽ വിജ്ഞാപനമൊക്കെ വരാൻ ഇനിയും കാലതാമസം. അത് നിങ്ങൾ എന്തായാലും അംഗീകരിക്കില്ല. 20,000 രൂപ അടിസ്ഥാന ശമ്പളമായി കിട്ടിയിരിക്കണം. അങ്ങനെ വരുമ്പോൾ അതിൻ്റെ കൂടെ പിന്നെ സ്പെഷ്യൽ അലവൻസ് വേണം. അതെല്ലാം കൂടെ കൂട്ടി കയ്യിൽ കിട്ടുന്നത് ഒരു 23,000-നും 24,000-നും ഇടയിൽ അടിസ്ഥാന കയറുന്ന പുതുതായിട്ട് ജോലിക്ക് കയറുന്ന ഒരു GNM-ന് കിട്ടിയിരിക്കണം. അതായത് ബഹുമാനപ്പെട്ട സഹോദരിപ്പുണ്ടല്ലോ, കഴിഞ്ഞ ദിവസങ്ങളിൽ വന്ന കരട് തൊഴിൽ നയം കേരള സർക്കാരിൻ്റെ, അതിൽ തന്നെ പറയുന്നുണ്ട് അടിസ്ഥാന വർഗ തൊഴിലാളിക്ക് 600 രൂപ കൊടുക്കണമെന്ന്. അപ്പം ഞങ്ങൾ സ്കിൽഡ് ലേബേഴ്സാണ്, ഞങ്ങൾ പഠിച്ച് വന്നവരാണ് ഇല്ലേ. പ്രൊഫഷണലിസം വിട്ടിട്ട് ഈ ട്രേഡ് യൂണിസം എന്ന് പിടിക്കാനുള്ള കാര്യം ഞങ്ങളെ ഏറ്റവും അടിസ്ഥാന തൊഴിലാളികളുടെ അടുത്തേക്ക് എത്തിക്കാതിരിക്കാൻ വേണ്ടിയാണ്. അവരുമായി കമ്പയർ ചെയ്യുമ്പോൾ വളരെ ചെറിയ വ്യത്യാസം. ഇത്രയും കാലം പഠിച്ചെന്ന് വളരെ ചെറിയ വ്യത്യാസം. അപ്പം ഞങ്ങൾക്ക് ഇത്രയെങ്കിലും കിട്ടണ്ടേ? ദിവസവേതനം 1000 രൂപ എന്ന് പറഞ്ഞാണ് മുദ്രാവാക്യം കൊണ്ടാണ് ഞങ്ങൾ ഇറങ്ങിയത്. അപ്പോൾ അതെങ്കിലും കിട്ടാതെ എങ്ങനെയാണ് ഈ നാട്ടിൽ ജീവിക്കുക? ഇത്രയും ലോൺ അടയ്ക്കുന്ന കാര്യം നോക്കുമ്പോൾ ലോൺ അടയ്ക്കാൻ മാത്രം 8,000 രൂപ വേണം മാസം, കുറഞ്ഞത് 8,000 രൂപ. അപ്പോൾ ഇത്രയെങ്കിലും മിനിമം കിട്ടണം. പിന്നെ ഇവിടെ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം മാനേജ്മെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം സുപ്രീം കോടതി എന്നുള്ള പരമാധികാര കോടതി കൃത്യമായി ഇതിൽ നിയമം ഉണ്ടാക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൽ നിയമം ഉണ്ടാക്കിയാൽ മതി. എന്തിനാണ് ഇതിൽ പുറകോട്ട് നിൽക്കുന്നതെന്ന് ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. ഡോക്ടർ ഫസൽ ഗഫൂർ, 20,000-ത്തിലേക്ക് എത്താൻ എന്തുകൊണ്ടാണ്, എന്ത് നിയമപരമായ തടസ്സമാണ് ഉള്ളത്? ഈ IRC-ക്കും മിനിമം വേജസ് കമ്മിറ്റിക്കും സുപ്രീം കോടതി തന്നെ നിർദ്ദേശം നൽകിയതാണ്, ആ സമിതിയുടെ നിർദ്ദേശമാണ്, അത് അംഗീകരിക്കാമെന്ന് സംസ്ഥാന സർക്കാർ മന്ത്രി തന്നെ നിയമസഭയിൽ പറഞ്ഞ കാര്യമാണ്. ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, ഞാൻ അവിടെ ദൃക്സാക്ഷിയായിട്ട് മാത്രം ഇരുന്നിരുന്നു മാത്രമേ ഉള്ളൂ കമ്മിറ്റിയിൽ. യൂണിയനുകളും ഇവരും ഗവൺമെൻറ്റും എല്ലാ നഴ്സുമാരും കൂടെ അവിടെ തർക്കിച്ചുകൊണ്ടിരുന്നു. മറ്റല്ലേ, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ വ്യക്തം. ഞാൻ പറഞ്ഞു, ഞാൻ ഓൾറെഡി സാമുദായിക സംഘടന നടത്തുന്നതല്ലേ, അപ്പോൾ എൻ്റെ പേഴ്സണൽ ബെനിഫിറ്റൊന്നും അതിലില്ലാത്തതുകൊണ്ട് ഞാനത് ഇപ്പോൾ നിഷ്പക്ഷമായ രീതിയിലാണ് അവിടെ ഇരുന്നത്. അവിടെ പ്രശ്നം പറ്റിപ്പോയത് ഞാൻ മനസ്സിലാക്കിയത്, അവിടെ കണ്ടെന്താണെന്ന് വെച്ചാൽ ഇവർ അംഗീകരിച്ചു
ഒരു സ്ഥാപനത്തിൽ ലാബ് ടെക്നീഷ്യൻ അംഗീകരിക്കുന്നു, ഫാർമസിസ്റ്റ് അംഗീകരിക്കുന്നു, എക്സ്റേ ടെക്നീഷ്യൻ അംഗീകരിക്കുന്നു, അവർ വാദിക്കുന്നു എന്ന് ഞങ്ങൾ വിവരമായി തന്നെ സ്കിൽഡ് ലേബറേഴ്സാണ് എന്ന് അംഗീകരിച്ച് കഴിയുമ്പോൾ പിന്നെ എന്താണ് മാനേജ്മെൻറ്റ് അവിടെ പറയേണ്ടത്? അവർ അംഗീകരിച്ച് ഇറങ്ങിപ്പോകുന്ന കാര്യമല്ലേ പറയുന്നത്. അടിസ്ഥാന ശമ്പളം നിശ്ചയിക്കുമ്പോൾ നേഴ്സുമാർക്ക് മാത്രമേ എതിർപ്പുണ്ടായിരുന്നുള്ളൂ എന്നാണോ? അതേ നഴ്സുമാരെല്ലാം അവിടെ എതിർത്തിട്ടുള്ളൂ. അതിൽ ലിബിൻ അവിടെ ഉണ്ടല്ലോ, ഞാനതിൽ ആളുടെ പേര് തന്നെ പറയുന്നത് അവിടെ ഉണ്ടായിരുന്നല്ലേ. അടുത്ത കാര്യം, അവിടെ ഞങ്ങളുടെ കൂട്ടത്തിൽ എതിർപ്പുണ്ടായിരുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ചെറിയ ആശുപത്രി ഉണ്ട്, 20 ബെഡ് 50 ബെഡൊക്കെ ഉള്ള, അവർക്കിത് താങ്ങാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അവർ വാദിച്ചുകൊണ്ടിരുന്നു. അവസാനം അവരെ ഫോണിൽ ഡോക്ടർ റഷീദ് വിളിച്ച് സമ്മതിപ്പിക്കുകയാണ്. എൻ്റെ വ്യക്തിപരം, ഇതെൻ്റെ വെറും വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായമാണ്, അത് എടുക്കാതിരിക്കുക. വലിയ ആശുപത്രികളിൽ കൂട്ടിക്കൊടുക്കുന്നതിൽ ഒരു കുഴപ്പമുണ്ടാവില്ല. ഈ പറഞ്ഞ ഇനി ഒരു ഒത്തുതീർപ്പ് എന്നുള്ള ആൾക്ക് കുറേ കൂടെ കൂട്ടിയാലൊന്നും വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. എന്താ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ വലിയ വരുമാനമുണ്ട്. പക്ഷേ നമ്മൾ 1000 ഹോസ്പിറ്റലുകൾ ഉള്ളതിൽ നമുക്കൊരു 200-250 ബെഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ഒരു അറിവ് ശരിയാണെങ്കിൽ 10-200 ആശുപത്രി ഉണ്ടാവുള്ളൂ. അങ്ങനെ 200 മുകളിൽ ബെഡുള്ള, ബാക്കി താഴത്തുള്ള സ്ഥാപനങ്ങളാണ് അവർ കരഞ്ഞുകൊണ്ടിരിക്കുന്നത്. 20 ബെഡുള്ള ആശുപത്രി, അവിടെ ഡോക്ടർക്ക് തന്നെ കൊടുക്കണം, ഒരു RMOന് കൊടുത്തുകൊണ്ടിരിക്കുന്ന ശമ്പളം 35,000 രൂപയായിരിക്കും. ഇപ്പോൾ ജോയിൻ ചെയ്യുന്ന ഡോക്ടർക്ക് ഞങ്ങളുടെ അവിടെയൊക്കെ കൊടുക്കുന്നത് 32,000 രൂപയാണ് ഡോക്ടർക്ക് കൊടുക്കുന്നത്. ഒരു BDS സർജന് കൊടുക്കുന്നത് 15,000 രൂപയാണ്. ഇതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന തോത്. ഇതൊരു മാർക്കറ്റുമായി നടക്കല്ലേ. അവിടെ ഞാൻ പറഞ്ഞല്ലോ, വിവിധ തസ്തികകളുള്ള ആൾക്കാരുടെ സ്റ്റാർട്ടിംഗ് പേ, ഇപ്പോൾ ഗവൺമെൻറ് ശ്രീ ശിവവിഭജൻ ഉണ്ടല്ലോ, കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ എത്ര സ്ഥിരം നഴ്സുമാരുണ്ട്? ആ സ്ഥിരം നഴ്സുമാർക്ക് അല്ലാത്ത നഴ്സുമാരെല്ലാം ഇവർ ഇതിലെടുത്തിരിക്കുകയല്ലേ. ഈവൻ ഡോക്ടർമാരെ എടുത്തിരിക്കുന്നത് എംപ്ലോയ്മെൻറ്റിലൂടെയാണ്. ആ നഴ്സുമാർക്ക് എന്താണ് ശമ്പളം? ഒരു ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ കൊടുത്തു. ഇതിൽ രാഷ്ട്രീയമില്ല, UDF LDF ഇല്ല. അവിടെ ഒരു BCom MCom പോസ്റ്റ് ഗ്രാജുവേറ്റിന് കൊടുക്കുന്നത് 15,000 രൂപയാണ് ഗസ്റ്റ് ലെക്ചർ എന്നുള്ള ആൾക്ക്. അപ്പോൾ ഇപ്പോൾ അതിനല്ലേ നമുക്ക് പ്രൈവറ്റ് സെക്ടറിനോട് എടുക്കാൻ പറ്റുള്ളൂ. അല്ലാതെ PSC എഴുതി വരുന്ന ഒരു കുറച്ചും കൂടെ വരേണ്യ വർഗ്ഗമായിട്ടുള്ള ആൾക്കാർ, ഡോക്ടർമാരായാലും വേണ്ടില്ല, നഴ്സുമാരായാലും ലാബ് ടെക്നീഷ്യൻ, ആ വിഭാഗത്തിൻ്റെ ശമ്പളമായിട്ട് അങ്ങനെ കൂട്ടിക്കുറക്കും. അപ്പോൾ അങ്ങനെ മാനേജ്മെൻറ്റുകളുടെ ഇടയിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ട്, അല്ലാതെ വെറും തൊഴിലാളികളുടെ ഇടയിൽ മാത്രമല്ല അഭിപ്രായ വ്യത്യാസം. അപ്പോൾ ഇതൊക്കെ കൂടെ ഇപ്പോൾ 2 ദിവസം ഉണ്ടല്ലോ, ഇപ്പോൾ 19-ാം തീയതി ഒരു മീറ്റിംഗ് ഉണ്ട്. എല്ലാവരും അംഗീകരിച്ചു. ഈ 17,200 നഴ്സുമാർ മാത്രം അംഗീകരിച്ചില്ല. അവരുടെ തലയിൽ കെട്ടിവെക്കേണ്ട ആവശ്യമില്ല. അവിടെ എതിരഭിപ്രായം തന്നെയാണ് ഉയർന്നു വന്നത്. ആദ്യം താങ്കൾ പറഞ്ഞു തൊഴിലാളി സംഘടനകൾ പോലും ഈ നഴ്സുമാർക്ക് ഇങ്ങനെ കൂട്ടിക്കൊടുക്കുന്നത്, അതായത് 17,200 അപ്പുറം പോകുന്നതിനെ എതിർത്തു എന്ന്. അതിൽ താങ്കൾ ഇത് ഒരു ക്ലാരിഫിക്കേഷൻ കൂടി വരുത്തണം. അങ്ങനെയല്ലോ അവിടെ ഉണ്ടായിരുന്ന, അല്ല അവിടെ ലിബിൻ ഉണ്ടല്ലോ, ഞാൻ ആളെ തന്നെ കോട്ട് ചെയ്ത് പറയുന്നല്ലോ, അവിടെ ഉണ്ടായിരുന്ന സംഭവങ്ങൾ ഞങ്ങൾ കേട്ടുകൊണ്ടിരുന്നു. അദ്ദേഹത്തിന് ഒരു രാഷ്ട്രീയ ചായവില്ല. അതെ, അദ്ദേഹമാണ് എതിർത്തത്. അവിടെ നഴ്സുമാരുടെ പക്ഷത്തു നിന്ന് ശക്തമായിട്ട് എതിർത്തത് ലിബിനാണല്ലോ. പറയട്ടെ എന്താണ് എതിർക്കാനുള്ള. ശ്രീ ലിബിൻ, താങ്കൾ നടത്തിയ എതിർപ്പ് നഴ്സുമാർക്ക് ഈ 17,200 പോരാ എന്നതല്ലേ? അതിന് താങ്കളെ എപ്പോഴും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഫസൽ ഗഫൂർ പറയേണ്ട ആവശ്യമുണ്ടോ? അത് പറയാൻ വേണ്ടിയല്ലേ താങ്കൾ ആ കമ്മിറ്റിയിൽ പോയത് തന്നെ? തീർച്ചയായിട്ടും ഞാൻ ആ കമ്മിറ്റിയിൽ പോയിരുന്ന കാലം മുതൽ ഞാൻ ആവശ്യപ്പെട്ടു വരുന്നത് സുപ്രീം കോടതിയുടെ നിർദ്ദേശപ്രകാരം ഉള്ള ശമ്പളം എന്താണോ അത് കേരളത്തിലെ സ്വകാര്യ ആശുപത്രികളിൽ ജോലി ചെയ്യുന്ന നഴ്സുമാർക്ക് നടപ്പിലാക്കുക എന്നുള്ളതാണ്. ആ കമ്മിറ്റിയിൽ 15,600 രൂപ അടിസ്ഥാന വർഗത്തിന് ശമ്പളം നിശ്ചയിച്ചു. അവിടെ നിന്നും 5% വെച്ച് ശമ്പളം ഉയർത്തി വന്നപ്പോൾ ഒരു രജിസ്റ്റേർഡ് നഴ്സിന് കിട്ടുന്നത് 17,200 രൂപയാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അതല്ല ഞങ്ങളുടെ ആവശ്യം. 20,000 രൂപ എന്നൊരു ആവശ്യം ഞങ്ങൾ എവിടെയും ഉന്നയിച്ചിട്ടില്ല. ഞങ്ങൾ തുടക്കം മുതൽ ഈ കമ്മിറ്റി 2016 ഫെബ്രുവരി മാസം മുതൽ തെളിവെടുപ്പ് തുടങ്ങിയ സമയം മുതലേ ഞങ്ങൾ ആവശ്യപ്പെട്ട ഒരേ ഒരു ഡിമാൻഡേ ഉള്ളൂ, തുല്യ ജോലിക്ക് തുല്യ വേതനം നൽകണം. സുപ്രീം കോടതി നിർദ്ദേശിക്കുന്ന അതിനുശേഷം വന്നതാണ്. അതിന് മുമ്പേ ഇതേ ആവശ്യം മുന്നോട്ട് വെച്ച് ഈ കമ്മിറ്റിയിൽ ഞങ്ങൾ ആവശ്യങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. അന്ന് നടന്നത് 17,200 രൂപ നഴ്സുമാർക്ക് നിശ്ചയിച്ചപ്പോൾ ഞാൻ യാതൊരു കാരണവശാലും ഇത് അംഗീകരിക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞ് ഞാൻ ഡിസെൻഡിങ് എഴുതി. ആ സമയത്താണ് ബഹുമാനപ്പെട്ട മന്ത്രി ഞങ്ങളെ മാറ്റി ക്യാബിനിൽ എന്നെയും ബഹുമാനപ്പെട്ട ജാസ്മിൻ ഷായും വിളിച്ചുകൊണ്ട് പോയി അവസാനം 20,000 രൂപ അടിസ്ഥാന ശമ്പളമാക്കി തരാമെന്ന് പറഞ്ഞത്. 17,200 നിന്നും 20,000 എത്തിയപ്പോൾ എന്നാൽ ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകുമെന്ന് എന്ന് ധാരണയിൽ ഞങ്ങൾ 20,000 സമ്മതിച്ചു. തിരിച്ച് വീണ്ടും ക്യാബിനിൽ വന്നു. അവിടെ വന്നപ്പോൾ നേരെ തിരിഞ്ഞു. 20,000 അടിസ്ഥാന ശമ്പളം എന്ന് പറഞ്ഞത് ഗ്രോസ് വേജ് 20 മന്ത്രിയോടെ പ്രഖ്യാപിച്ചു. അപ്പോഴാണ് ഞാൻ എഴുന്നേറ്റ് നിന്ന് പറഞ്ഞത് ഇത് ഞങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയില്ല. കാരണം 20,000 രൂപ അടിസ്ഥാന ശമ്പളം നിശ്ചയിച്ചിരുന്നെങ്കിൽ അതിന് കൂടെ നഴ്സസ് അലവൻസായിട്ട് ഒരു നല്ലൊരു തുക കിട്ടും, ഹോസ്പിറ്റൽ അലവൻസായിട്ട് നല്ലൊരു തുക കിട്ടും. സ്വാഭാവികമായും സുപ്രീം കോടതി നിർദ്ദേശമായി 27,800 നമുക്ക് എത്താൻ സാധിക്കും. അതായിരുന്നു എൻ്റെ കണക്കുകൂട്ടൽ. എന്നാൽ അതെല്ലാം തകിടം മറിച്ചുകൊണ്ട് 20,000 അടിസ്ഥാനം തരാമെന്ന് പറഞ്ഞത് പെട്ടെന്ന് തകിടം മറിഞ്ഞ് ഗ്രോസ് വേജ് 20 എത്തിയപ്പോഴാണ് ഞാൻ ഇതിനെ ശക്തമായിട്ട് എതിർത്തത്. അതുമാത്രമല്ല ഈ കമ്മിറ്റിയിൽ എൻ്റെ സഹപ്രവർത്തകരായിട്ടുള്ള മറ്റ് ട്രേഡ് യൂണിയൻ നേതാക്കന്മാർ പറഞ്ഞത് നിങ്ങൾ പുറത്തുപോയി സമരം ചെയ്തോളൂ എന്നാണ്. നിങ്ങളുടെ ആവശ്യം നേടാൻ വേണ്ടി നിങ്ങൾ പുറത്തുപോയി സമരം ചെയ്തോളൂ, ഞങ്ങൾക്ക് ഇത് തരാൻ സാധിക്കും, അല്ലെങ്കിൽ ഇതിനോട് ഞങ്ങൾക്ക് യോജിക്കാൻ സാധിക്കുള്ളൂ എന്നാണ്.
ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ആവശ്യപ്പെട്ട് വന്നിരുന്ന ആ ഒരു അല്ല എന്താണ് മറ്റു തൊഴിലാളി സംഘടനകൾ പറഞ്ഞത് എന്താണ്? അവർ നിങ്ങളുടെ ആവശ്യത്തെ അനുകൂലിക്കുകയായിരുന്നു HRC-യിൽ, അല്ലാതെ അവർ നിങ്ങളുടെ ആവശ്യത്തിന് എതിരായിട്ട് സംസാരിച്ചില്ലല്ലോ. അല്ല അവർ ഞങ്ങളെ സപ്പോർട്ട് ചെയ്തിട്ടല്ല സംബന്ധിച്ചു. അവർ പറഞ്ഞത് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ പുറത്ത് പോയി സമരം ചെയ്തോളൂ എന്ന നിലപാടാണ് പലരും സ്വീകരിച്ചത്. ഞാൻ വ്യക്തികളെ പറയാൻ ആഗ്രഹിക്കുന്നില്ല. നിങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ പുറത്ത് പോയി സമരം ചെയ്തോളൂ എന്ന് തന്നെ എൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞിട്ടുണ്ട്.